ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. യാ, ഇന്ന് രാവിലെ ഒരു എപ്പിസോഡ് വന്നതാണ്. ഇപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡ് ഉണ്ടേ, ഇഷ്ടം പോലെ ഉണ്ട്. ഇല്ലാഞ്ഞിട്ട് തപ്പി പിടിച്ചോണ്ട് വരല്ലോ, ഇത് ഇഷ്ടം പോലെ കിടക്കുകയാണ്. പിന്നെന്ത് ചെയ്യാന്ന്. അതെ, മഴ സാധാരണ എല്ലാ മേഖലയും ശരിക്ക് ഒന്ന് ബാധിക്കാറുണ്ട്. അതെ, പക്ഷെ സിനിമയെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്ഡേറ്റ്സ് വന്നുകൊണ്ടേയിരിക്കുന്നു, ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതെ, മഴ പെയ്യുന്നത് പോലെ. അതെ, നിക്കാതെ വരികയാണ്. അതെ, ഓക്കെ. മത്സരത്തിന് അജണ്ട എന്താണ് പറയൂ? ഹിന്ദി. ഓക്കെ, ഹിന്ദി ഏറ്റവും കൂടുതൽ കിട്ടുന്നവർ വിജയിക്കും. ടൈലർ എടുത്തോ, തകർക്ക്. ഹിന്ദി. ഹിറ്റ്ലർ. സർദാർ 2. സിനിമ ഹിന്ദി അല്ലെങ്കിലും പേര് ഹിന്ദി ആണല്ലോ. അത് ശരിയാ. എന്താണെങ്കിലും സിനിമയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ പോസ്റ്റർ വന്നിട്ടുണ്ട്. കാർത്തിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. എന്തായാലും പറയാൻ പറ്റിയില്ല. അപ്പം സന്തോഷ ജന്മദിനം കുട്ടിക്ക് കഴിഞ്ഞു പോയി. എന്നാലും ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയി. പക്ഷെ എങ്കിലും അടിച്ചു പൊളിച്ചില്ലേ, സന്തോഷം. എന്തിനാ അടിച്ചു പൊളിക്കാനുള്ള സാധനങ്ങളല്ലേ തന്നേക്കുന്നത്? കുറച്ച് വന്നിട്ടുണ്ടല്ലോ. യെസ്. അതാ അടുത്തത് ഹിറ്റ് 4. ഹിറ്റ് 3ക്ക് ശേഷം ഹിറ്റ് 4 വരും. അതിൽ ACP വീരപ്പൻ നായകനാവും. അതായത് കാർത്തിക് അതിൽ ചെയ്യുന്ന കഥാപാത്രമാണ്. ആള് ഒരൊറ്റ ദിവസത്തെ ഷൂട്ട് മാത്രമായിരുന്നു ഹിറ്റ് 3ക്ക് കൊടുത്തത്. എന്തായാലും ഇനി അങ്ങോട്ട്, അതായത് അടുത്ത ഭാഗത്തിൽ മുഴുനീളം കൊടുക്കുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ എന്നുള്ളതാണ് ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അല്ലാതെ ഒരു ദിവസം അതില് ഹിറ്റ് 3യിൽ തന്നെ ആള് ക്യാരക്ടർ എന്താ രസം. അടുത്തത് OG സിനിമയുടെ റിലീസ് ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. സെപ്റ്റംബർ 25. ഓക്കെ, കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് കേട്ടോ. സുജീത് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. നമ്മുടെ പവൻ കല്യാൺ നായകനാവുന്ന സിനിമ. എന്തായാലും സഹോ എന്ന സിനിമയ്ക്ക് ശേഷം സുജീതിന്റെ അടുത്ത സിനിമയാണ് കേട്ടോ. അടുത്തത് നോബഡി. നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന പൃഥ്വിരാജ് മൂവി. സിനിമയുടെ സെക്കൻഡ് ഷെഡ്യൂൾ തുടങ്ങിയിട്ടുണ്ട്. ജോയിൻ ചെയ്തിട്ടുണ്ട് ആള്. അതെ, ആള് ജോയിൻ ചെയ്തിട്ടുണ്ട്. നല്ലൊരു സിനിമ ആയിരിക്കും. അതെ, റോഷാക്ക് അറിയാലോ, പിന്നെ മാലാഖ അറിയാലോ. സത്യം, കെട്ടിയോളാണ് എന്റെ മാലാഖ. രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ജോണറിൽ വന്ന സിനിമ. അതിൽ നിന്നും മാറിയിട്ട് വരാൻ പോകുന്ന സിനിമയായിരിക്കും അടുത്തത്. ആട് 3 സിനിമയുടെ ലൊക്കേഷൻ സ്റ്റിൽസ് വന്നിട്ടുണ്ട്. ഞാൻ ആടിന്റെ ഹിന്ദി തപ്പുമായിരുന്നു, കിട്ടിയില്ല. കുത്താന്ന് കിട്ടി. പട്ടി അറിയാലോ, അറിയാലോ. അത് മതി. നീ ക്യാമറയിലേക്കാണോ നോക്കി, എന്നെയാണോ നോക്കി? ക്യാമറയിൽ നോക്കി, പക്ഷെ ഒരു കണ്ണുകൊണ്ട് ഇങ്ങോട്ടും നോക്കി. അങ്ങനെ ഓക്കെ, ക്യാമറയിലേക്ക് നോക്കി കണ്ടോണ്ടിരിക്കുന്നവര് മാറ്റിലൊക്കെ ആരെയും ഉദ്ദേശിച്ചെന്നില്ല. ഇതാണെങ്കിലും ലൊക്കേഷൻ സ്റ്റീൽസ് വന്നിട്ടുണ്ട്. അടുത്തത് റെട്രോ സിനിമ OTT വരുന്നു. ഓക്കെ, 31-ാം തീയതി, അതായത് മെയ് 31-ന് നെറ്റ്ഫ്ലിക്സിൽ വരും. ഓക്കെ, കാർത്തിക് സുബരാജ് സംവിധാനം ചെയ്ത സിനിമയാണ്. വലിയ വിജയമല്ല. ഇതിന്റെ കളക്ഷൻ എത്രയാണ് അവർ ബിസിനസ് വിട്ടത്? 235 അങ്ങനെ തുടങ്ങണ്ടായിരുന്നു. ഒരിത്തിരി 2D എന്റർടൈൻമെന്റ്സ് അല്ലായിരുന്നോ? വേറെ നിവൃത്തിയില്ല പറഞ്ഞിട്ട് കാര്യമില്ല, കിട്ടിയിട്ട് എന്തായാലും പറയാൻ പറ്റില്ല. സത്യം. അടുത്തത് കുബേര. സിനിമയുടെ ടീസർ ഇന്നലെ വന്നിട്ടുണ്ട്. ടീസർ ആയിരുന്നത് ട്രാൻസ് ഓഫ് കുബേര. സംഭവം റിയാക്ഷൻ ചെയ്തിട്ട് ഒരു ചെറിയ പണി കിട്ടി. ഒരു സോങ് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോക്ക് മൊത്തം. കിട്ടാന്നൊക്കെ പറഞ്ഞതിന് ഒരു പരിധിയില്ലേ? സോങ് മൊത്തത്തിൽ ഇട്ടിട്ടാണ് ഇത് പുറത്തു വന്നുള്ളത്. എന്തായാലും സംഭവം ഗംഭീരമാണ് കേട്ടോ. കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് കേട്ടോ. ധനുഷിന്റെ റിയാക്ഷൻ ചെയ്ത് കണ്ടു, വീഡിയോ പുറത്തു വന്നില്ല. ധനുഷിന്റെ കിടിലൻ പെർഫോമൻസ് ആണ്. അതെ, അത് ഓരോ ഫ്രെയിമിലും പിന്നെ പോരാത്തതിന് നാഗാർജുനയും രശ്മിക മന്ദാനയും ഒക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ഏതാണ്ട് കാര്യങ്ങളൊക്കെ കാണിച്ചു. അത് ടീസറിൽ തന്നെ അറിയാൻ പറ്റും. അത് ഒന്നാമത് ആ പേരിൽ തന്നെ ഉണ്ട്. എന്തായിരിക്കും ആ സിനിമയുടെ കണ്ടന്റ് എന്നുള്ളത് അതിൽ തന്നെ ഉണ്ട്. അടുത്തത് ജയിലർ 2 ഹുക്കും, ടൈഗർ കാ ഹുക്കും. ജയിലർ 2 ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഒരുപാട് പേര്, അതായത് എനിക്ക് തോന്നുന്നു ലിയോ എന്ന സിനിമയ്ക്ക് ശേഷം ഇത്രയും ആൾക്കാർ അഭിനയിക്കുന്നു എന്നുള്ള വാർത്ത വന്ന സിനിമ അത് ജയിലർ 2 ആയിരിക്കും. അത് ആയിരിക്കും. കാരണം പിന്നെ കൂലി ഉണ്ടായിരുന്നു. കൂലി ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രത്തോളം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ആരൊക്കെയാണ് ഇതിലിപ്പം വരെ പറഞ്ഞെടുക്കും. കൂലിയിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൻ ടീമുകളായിരുന്നു. അതെ അതെ, വരുന്നതൊക്കെ വലുതായിരുന്നു. ഇതില് ഒരു വലുതെന്നല്ല, വലിപ്പന്നല്ല, എന്നാലും പല വലിപ്പത്തിലുള്ള കുറെ ആർട്ടിസ്റ്റുകളും. അതെ, അത് പല ഇൻഡസ്ട്രിയിൽ നിന്നും. ഇപ്പോഴേ എടുത്താൽ മതി. ആൾറെഡി ജയിലറിൽ അഭിനയിച്ച ലാലേട്ടനും രജനീകാന്തും പിന്നെ ഡോക്ടർ ശിവരാജ്കുമാർ ഇതിലുണ്ട്. ഓക്കെ, വിനായകൻ പിന്നെ ആൾറെഡി ആളെ ഒരുക്കി കളഞ്ഞതാ, പക്ഷെ എന്നാലും വരും, ഇതിൽ വരുന്നുണ്ടെന്നാണ് കേട്ടത്. ഇപ്പതാ പുതിയതായിട്ട് സന്തനം ഓൺ ബോർഡ് ആയിട്ടുണ്ട്. കൊള്ളാം, നൈസ്. അല്ലെങ്കിലും ജയിലർ 2 എനിക്ക് തോന്നുന്നു ആ മറ്റേ ട്രാക്കില്ലേ, നമ്മുടെ യോഗി ബാബുവിന്റെ ട്രാക്ക്. യോഗി ബാബു ഓൾറെഡി ഉണ്ടല്ലോ. ഉണ്ട്. അല്ല, ആ ട്രാക്ക് അങ്ങ് മാറ്റിയിട്ട് ചിലപ്പോ ജയിലറിന്റെ കൂടെ സഞ്ചരിക്കുന്ന ആളിതിൽ സന്താനായിരിക്കും. ആയിരിക്കാം ചിലപ്പോ, ഏതെങ്കിലും ഒരു സമയത്ത് കേട്ടോ. ഇനി പറയാൻ പറ്റില്ല. ഒന്ന് തട്ടിയേക്കണേ. ആളുടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ ഗ്രാഫ് ഇപ്പം മാറി തുടങ്ങിയതാണ്. അത് കൊമേഡിയൻ എന്നുള്ള ഇതിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട്. ചിലപ്പോ സുരാജിന്റെ കൂടെയോ അല്ലെങ്കിൽ ഏതാണോ വില്ലൻ ഇതിലേക്ക് വരുന്നത് അവരുടെ കൂടെ നിൽക്കുന്ന ആളായിരിക്കാം. അങ്ങനെ പല രീതിയിലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അടുത്തത് ശരിയാട്ടോ, അതായത് ആളുടെ കോമഡി, നമ്മളിപ്പോൾ രജനീകാന്ത് അവിടെ ഉണ്ടാകുമ്പോൾ പിന്നെ എന്തായാലും ഇവിടെ കോമഡി റോളിലേക്ക് ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ കരുതുക. പക്ഷെ അങ്ങനെയല്ല, ആളുടെ വേറൊരു തലം കാണിക്കാനാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാ നെൽസൺ ഉദ്ദേശിക്കണമെന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അടുത്തത് കണ്ണപ്പ സിനിമയുടെ ഡ്യൂറേഷൻ 3 മണിക്കൂറും 10 മിനിറ്റുമാണ് കേട്ടോ. അതായത് ടൈറ്റിൽ കാർഡ് അടക്കം 3 മണിക്കൂറും 10 മിനിറ്റ്. അതിലൊരു 15 മിനിറ്റ് നമ്മുടെ ചെക്കനുള്ളതാണ്. നമ്മുടെ മുത്തുമണിക്ക് മുത്താക്കിയാൽ മതിയായിരുന്നു. ഞങ്ങൾ മലയാളികളൊരു വരവുണ്ട്, വിഷ്ണു മഞ്ജു വൻ ഡയലോഗ് അടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്താവും ഇതില് ഡയറക്ടറിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, മൊത്തം വിഷ്ണു മഞ്ജുവിനെ. അതെ, ഉറപ്പല്ലേ, അതങ്ങനെ പോളേ. അതെ അതെ, സാധാരണ സംവിധായകനാ കിട്ടുക, ഇതങ്ങനെയല്ല, അത് നായകനായിട്ട് കിട്ടും. ആളല്ലേ സ്ക്രിപ്റ്റ്, അല്ല ആളുടെ ഐഡിയ ആണല്ലേ, ആളുടെ തോട്ടാണെന്ന് തോന്നുന്നു, സ്റ്റോറി ആളുടെ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും ആളുടെ ഡ്രീം പ്രൊജക്റ്റാണ്. ഓക്കെ, അടുത്തത് ടോർപേഡോ. സിനിമ ഷൂട്ടൊന്നും തുടങ്ങിയിട്ടില്ല. തരൺമൂർത്തി അടുത്തതായിട്ട് പ്ലാൻ ചെയ്യുന്ന സിനിമയാണ് കേട്ടോ. അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ഒക്കെ ഒന്നാണ്, ടൈറ്റിലൊക്കെ ഒന്നാണ്. ഇതിൽ അർജുൻ അശോകൻ ആദ്യമായിട്ട് മലയാളത്തിൽ വരികയാണ്. അർജുൻ അശോകനോ ആദ്യമായിട്ട് മലയാളത്തിൽ വരും? അർജുൻ ദാസ്. അർജുൻ അശോകൻ മലയാളം വിട്ട് മറ്റൊന്നിലേക്ക് ഇതുവരെ പോയിട്ടില്ല. അതൊക്കെ അർജുൻ ദാസ്, സോറി. അപ്പോൾ അർജുൻ ദാസ് ആദ്യമായിട്ട് മലയാളത്തിൽ വരികയാണ്. അപ്പോൾ ആളുടെ കൂടെ ഉള്ള ഒരു സ്റ്റില്ലാണ് പങ്കുവച്ചിരിക്കുന്നത്. ബിനു പപ്പു ഉണ്ട്, തരൺമൂർത്തി ഉണ്ട് കൂടെ. എന്തായാലും നെസ്ലനാണ് നായകനായി വരുന്നത്. പിന്നെ എന്താണ് പ്രത്യേകത? പിന്നെ ഗണപതി ഉണ്ട്, സുഷിൻ ശ്യാമാണ് മ്യൂസിക്. അപ്പം എന്താണെങ്കിലും അർജുൻ അശോകൻ ആദ്യമായിട്ട് മലയാളത്തിൽ വരുന്ന സിനിമയാണ്. എല്ലാവരും ഒന്ന് പരിഗണിച്ചേക്കണം. ഞാനോ? അപ്പൊ ഞാൻ ഇതുവരെ അഭിനയിച്ചിട്ടില്ലേ? ഈ യൂണിവേഴ്സിൽ ആയിരുന്നില്ലേ? ഇതൊന്നും അതല്ലേ 10-30 സിനിമ ചെയ്തിട്ടിരിക്കുക. അല്ല, ഞാൻ 30 സിനിമയൊന്നും ചെയ്തിട്ടില്ലേ? അയ്യോ. അടുത്തത് മാർഗൻ സിനിമയുടെ ട്രെയിലർ. ഹിന്ദി? അത് ശരിയാണോ? ഹിന്ദി ഒന്നും ഇതുവരെ വന്നിട്ടില്ലല്ലോ. വെറുതെ ഈ ഹിന്ദി പറയണ ദിവസം ഒക്കെ ഇങ്ങനെയാ അല്ല, ഞാൻ ഓരോ ലാംഗ്വേജ് ഇങ്ങനെ പോവല്ലേ, തമിഴ്, മലയാളം, ഹിന്ദി, ഇനിയിപ്പോ തെലുങ്ക് വരും. അടുത്ത എന്താണെങ്കിലും ഇന്ന് 5 മണിക്ക് മാർഗൻ സിനിമയുടെ ട്രെയിലർ വരുന്നുണ്ട്. ലിയോ ജോൺ പോൾ ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. വിജയ് ആന്റണിയാണ് നായകനായിട്ട് എത്തുന്നത്. ഓക്കെ, അപ്പൊ കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. എന്താണെങ്കിലും അർജുൻ അശോകൻ, അതായത് പുതിയ ഒരു കാര്യം, അർജുൻ അശോകൻ അതെ ആദ്യമായിട്ട് കിട്ടിയ ഒരു വലിയ അംഗീകാരം, അറിവ്. ഇതുവരെ അഭിനയിച്ചിട്ടില്ല, അഭിനയിക്കാൻ. എന്തായാലും ബൈ.